വെൽക്കം ബാക്ക് ടു ഐഡിയൽ ടെക് മാസ്റ്റർ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ, നമുക്കറിയാം നമ്മളിപ്പോൾ കടുത്ത ചൂടിൻ്റെ കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അടിപൊളി ഒരു കൂളറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കിടുക്കാച്ചി കൂളറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ വീണ്ടും പറയണേ, ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസുകൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കൂളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കൂളറിന് വേണ്ടിയിട്ട് ഒരു ഔട്ടർ ബോഡിയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് PVC ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ കുറച്ച് പട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനം വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഔട്ടർ ബോഡി സെറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ കൂളർ നമുക്ക് അതിനുള്ളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹീറ്ററിൻ്റെ ഔട്ടർ ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പലക നമ്മൾ ഹോൾ ചെയ്തെടുക്കണം. അതായത് നമ്മൾ ആണിയല്ല ഉപയോഗിക്കുന്നത്, പകരം നമ്മൾ സ്ക്രൂ ആണ്. അതായത് ആണി ഉപയോഗിച്ചാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ സ്ക്രൂ ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പലകയിലെല്ലാം നമ്മൾ ഇതുപോലെ ഏറ്റവും അറ്റത്തായിട്ട് നമ്മൾ ഇതുപോലെ ഹോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ നമ്മൾ ഇതുപോലെ സ്ക്രൂ ചെയ്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ രണ്ട് ഫ്രെയിമും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫോം ഷീറ്റ് നമ്മുടെ ഈ ഫ്രെയിമിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂളറിൻ്റെ ഔട്ടർ ബോഡി ഇപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത. അതായത് നമ്മുടെ ഫ്രെയിമിൻ്റെ ഈ ഫ്രണ്ടിൽ ബാക്കിലുമായിട്ട് ഇതുപോലെ നമ്മൾ 2 ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ കൂളിംഗ് സെക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഫ്രെയിം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂളറിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ അടിച്ചൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കൂളറിൻ്റെ നമ്മുടെ കൂളിംഗ് പാർട്ടാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചീപ്പായിട്ട് കിട്ടുന്നത്, അതായത് ഒരു വിലയും കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കൂളിംഗ് പാർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ വില കൊടുത്ത് വാങ്ങിച്ചേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രീൻ നെറ്റ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ നെറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഇതേപോലെ കുറേ ഗ്രാനൈറ്റിൻ്റെ ഇതുപോലത്തെ ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ഓടിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു പൈപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൂളിംഗ് പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചെടുത്ത നമ്മുടെ ഗ്രീൻ നെറ്റ് നമ്മൾ ഏകദേശം ഒരു 3 ഇഞ്ച് വ്യാസമുള്ള ഒരു ബോക്സ് പോലെ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്, ഒരുപാട് എഞ്ചിനീയറിംഗിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ വെട്ടി മടക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ബോക്സിൻ്റെ ഒരു അളവ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ ഇതുപോലെ മടക്കിയിട്ടുണ്ട്, അതുപോലെ വേറൊരു ബോക്സ് 2 ബോക്സ് നമ്മൾ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോക്സിനകത്തേക്ക് നമ്മൾ ഈ ഓടിൻ്റെ പീസുകൾ നമ്മൾ ഇറക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ബോക്സിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓടിൻ്റെ അതേ അളവിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓടിൻ്റെ ഓരോ പീസുകളും നമ്മൾ ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബോക്സിനകത്തേക്ക് ഇതേ നമ്മുടെ ഓടുകൾ ഫുൾ നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ അടുക്കി വെക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നല്ല രീതിയിൽ നല്ല ഹോളുകൾ ഉണ്ടാവും. അപ്പോൾ അടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ തന്നെ ഹോളുകൾ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ നിറച്ച് വെച്ചിരിക്കുന്ന ബോക്സിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ PVC പൈപ്പ് കൊടുക്കണം. അതായത് നമ്മുടെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പൈപ്പ് നമ്മൾ കറക്റ്റ് നീളത്തിൽ മുറിച്ചെടുത്ത് 2 അറ്റവും നമ്മൾ എൻഡ് ഗ്യാപ്പ് അടിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പൈപ്പിൽ നമ്മൾ ഇതുപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കണം. അതായത് വെള്ളം കറക്റ്റായിട്ട് നമ്മുടെ ഓടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഡ്രിൽ ഉപയോഗിച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ഹോളുകൾ ഇട്ടതിന് ശേഷം ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു വലിയൊരു ഹോൾ ഇടുന്നുണ്ട്. അതായത് നമ്മുടെ മോട്ടറിൽ നിന്നുള്ള സപ്ലൈ നമുക്ക് ഇതിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹോളുകൾ ഇട്ടതിന് ശേഷം നമ്മുടെ പൈപ്പ് എടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ഹോളുകൾ കറക്റ്റായിട്ട് ഓടിലേക്ക് കറക്റ്റായിട്ട് മുഖമായിട്ട് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ബോക്സ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബോക്സ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ പൈപ്പ് ഇവിടെ നിന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് നമ്മളിത് കറക്റ്റായിട്ട് പിടിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കൂളിംഗ് പാർട്ടിൻ്റെ വർക്ക് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ കൂളിംഗ് സെക്ഷനിൽ 2 പാർട്ടുകൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് 3ാമത്തെ പാർട്ടാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒന്നും കൂടി തണുപ്പിച്ച് പുറത്തേക്ക് എടുക്കാനുള്ള 3ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ 3ാമത്തെ പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് ടൈൽസിൻ്റെ പീസും പിന്നെ അതുപോലെ ഗ്രാനൈറ്റിൻ്റെ ഏകദേശം ഇതുപോലെയുള്ള വേസ്റ്റ് പീസുകളാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ കുറച്ച് ടൈൽസിൻ്റെ പീസുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ 3ാമത്തെ പാർട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ടൈൽസിൽ നമുക്ക് ഈ പാർട്ടുകളെല്ലാം ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 6-8 ഗമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഹീറ്റ് ഗണ്ണും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ ടൈൽസിൻ്റെ പീസാണ്. അതായത് നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കയറി നിൽക്കുന്ന രീതിയിൽ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഏകദേശം ഒരു 6 ഇഞ്ച് വീതിയിലും ഏകദേശം 1 അടി നീളത്തിലുള്ള ഒരു പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഇതേ വലുപ്പത്തിൽ തന്നെ മുറിച്ചിരിക്കുന്ന ഈ നമ്മുടെ ഈ ഗ്രാനൈറ്റിൻ്റെ പീസിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടൈൽസിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകലം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കയ്യിലുള്ള പീസിനനുസരിച്ചാണ് അകലം. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് പീസ് കുറവായത് കാരണം നമുക്ക് കുറച്ച് അകലം കൂട്ടിയാണ്. എത്രത്തോളം പീസ് നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 പീസ് 6 പീസാണ് നമ്മൾ ഒരു ലെയറിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്.
അതിനുശേഷം നമ്മുടെ ഈ ഒട്ടിച്ച് വെക്കുന്ന പീസിൻ്റെ മുകളിലും കുറച്ച് ഗമ്മ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പീസ് എടുത്തിട്ട് ആദ്യം നമ്മൾ വെച്ച അതേ ടൈലിൻ്റെ അതേ വലത്തുപുറത്തുള്ള ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ടൈൽസിൻ്റെ മുകളിലും നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ നമ്മൾ പീസുകൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ടൈൽസിൻ്റെ പീസാണ്. ആദ്യം നമ്മൾ ഗ്രാനൈറ്റിൻ്റെ പീസാണ് വെച്ചത്, ഇനി നമ്മൾ ടൈൽസിൻ്റെ പീസാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ അടുത്തൊരു ടൈലിൻ്റെ പീസ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മൾ ഗ്രാനൈറ്റിൻ്റെ പീസുകൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഗ്രാനൈറ്റ് തന്നെ വേണം നിർബന്ധമില്ല, അതുപോലെ ടൈൽസ് തന്നെ വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് ടണൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ ഏറെ നേരത്തെ അധ്വാനിച്ചതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ സെക്ഷനായ ചില്ലർ യൂണിറ്റ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ RLT വെച്ചിട്ട് ഒട്ടിക്കുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു ഇത് കറക്റ്റായിട്ടൊന്ന് ഒട്ടിക്കിട്ടാൻ. അപ്പോൾ നമ്മൾ തട്ടായിട്ട് ഒരു 5 ലെയറായിട്ട് നമ്മൾ അടുക്കിയിട്ട് നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് വെച്ചിട്ടു. ഇനിയാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനുള്ളിലേക്ക് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ കൂളറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു ഷട്ടറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂളറിൻ്റെ വെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ അടിച്ചിരിക്കുന്ന ഈ ഫ്രെയിമിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വരുന്ന ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ചെറിയ പീസുകളും സ്ക്രൂ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ നമ്മൾ ഇതുപോലെ ചെറിയ പീസുകൾ വെച്ച് മറിച്ച് ഇനി നമുക്ക് ചെയ്യേണ്ടതിൻ്റെ വെൻറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫോം ഷീറ്റിൽ നമ്മൾ ഇതുപോലെ ഗ്രൂള് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെട്ടിയെടുത്ത പീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫ്രെയിമിലാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോണേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വെൻറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 3 സെൻറ്റിമീറ്റർ വീതിയുള്ള ഇതുപോലുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടുത്ത പീസ് നമ്മൾ അതിൻ്റെ തൊട്ട് മേളത്തെ ഗ്രൂവിനകത്ത് ഇതുപോലെ കറക്റ്റായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൂളറിൻ്റെ വെൻറ്റ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ 4 വീലും നമ്മൾ കൊടുത്തു. അതായത് നമുക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 വീലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂളിംഗ് സിസ്റ്റം നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കൂളിംഗ് പാർട്ടിനകത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ടൈൽസിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഉള്ളിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ ഇത് ഇറക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ടൈൽസിൻ്റെ പീസ് നമ്മുടെ വെൻറ്റിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ എത്ര പീസാണ് ഒട്ടിച്ചെടുത്തത് അതൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ലെയറും വെച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടൈൽസിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം നമ്മൾ ഈ ടൈൽസിൻ്റെ ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോക്സ്, അതായത് ഓടിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഈ ബോക്സ്, അതായത് നമ്മൾ പൈപ്പ് വെച്ച് ഓടിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ബോക്സാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതായത് കറക്റ്റായിട്ട് നമ്മുടെ ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സ് കറക്റ്റായിട്ട് ഇതിനകത്ത് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു ഗ്രൂ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഇതുപോലെ ഒരു അക്വേറിയം പമ്പാണ്. അതായത് ഇത് പല റേറ്റിലും നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരു 350 രൂപ തൊട്ട് നമുക്ക് പല റേറ്റിലും മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു അക്വേറിയം പമ്പിൻ്റെ ഹെഡിലേക്ക് നമ്മൾ മേളിൽ നിന്ന് പൈപ്പിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പൈപ്പ് നമ്മുടെ അക്വേറിയം പമ്പിൻ്റെ ഹെഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ടാങ്കിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ പമ്പ് നമ്മളിതുപോലെ ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടാങ്കിനുള്ളിലേക്ക് നമ്മുടെ അക്വേറിയം പമ്പ് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ലെയർ ബോക്സ്, അതായത് ഓടിൻ്റെ ബോക്സ് നമ്മൾ കറക്റ്റായിട്ട് ഈ രണ്ടിൻ്റെ ഇടയിൽ, അതായത് ടൈൽസിൻ്റെയും ഈ ഫസ്റ്റത്തെ ബോക്സിൻ്റെ ഇടയിലായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഇറക്കി വെക്കുക. അപ്പോൾ നമ്മുടെ കൂളിംഗ് സെക്ഷൻ നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ വെക്കേണ്ടത് നമ്മുടെ ഫാനാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമ്മൾ ഫാൻ വെക്കാൻ കറക്റ്റായിട്ട് ഒരു ഹോൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ അതേ സൈസിൽ ഈ ഒരു സൈസിനുള്ളിലേക്ക് നമ്മുടെ ഫാൻ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു ഡോർ സെറ്റ് ചെയ്യാന്നുള്ളത്, അതായത് ഇതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഡോർ നമുക്ക് സെറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഡോർ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കൂളറിൻ്റെ വർക്ക് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ കൂളർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂളർ നമ്മൾ ഓണാക്കാൻ പോകണം. നമ്മുടെ കൂളറിന് ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ആകെ രണ്ട് കണക്ഷൻ തോന്നുന്നു, നമ്മുടെ പമ്പിൻ്റെ ഒന്ന് നമ്മുടെ ഫാനിൻ്റെയും. അപ്പോൾ രണ്ട് നമ്മൾ ഒരേ ഇതിൽ കണക്ഷൻ ചെയ്തിട്ട് നമ്മുടെ കൂളർ ഓണാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂളർ നമ്മൾ ഓണാക്കി, നമ്മുടെ ഫാൻ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കൂളറിൻ്റെ ഉള്ളിൽ നമ്മുടെ സെറ്റ് ചെയ്തേക്കുന്ന നമ്മുടെ സെറ്റിങ്സ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഇനി നമുക്ക് കാണണ്ടേ. അപ്പോൾ നമ്മുടെ കൂളറിൻ്റെ ഉള്ളിലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് വെച്ചിരിക്കുന്ന ഫാനിൽ നിന്ന് കിട്ടുന്ന കാറ്റ് ഫസ്റ്റ് സെക്ഷനായ, അതായത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ ഒരു ഓടിൽ. അപ്പോൾ ഈ ഒരു ഓടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ പൈപ്പിനുള്ളിലേക്ക് നമ്മുടെ അക്വേറിയം പമ്പിൽ നിന്ന് വെള്ളം ഒന്നുണ്ട്. ഈ വെള്ളത്തിന് ഇതുകൊണ്ട് ഈ ഒരു സെക്ഷനിലെ ഓട് മുഴുവൻ നനഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നനഞ്ഞ ഈ ഒരു ഓടിൻ്റെ ഉള്ളിലൂടെ എയർ പാസ് ചെയ്ത്
നമ്മുടെ രണ്ടാമത്തെ ഓടിലെത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂളറിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ്, അതായത് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും പുറത്തേക്ക് വരുന്ന കാര്യം എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഓട് നമ്മൾ വെച്ചേക്കുന്നത് ആ വെള്ളത്തിൻ്റെ, അതായത് ആ എയറിലുള്ള വെള്ളത്തിനെ പരമാവധി അബ്സോർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ ഓടുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ഈ മൂന്നാമത്തെ സെക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന എയറിനെ ഒന്നും കൂടി തണുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഗ്രാനൈറ്റിൻ്റെയും അതേപോലെ ടൈൽസിൻ്റെ ഒക്കെ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറിനേക്കാൾ ഒരുപാട് താഴ്ന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈൽസിലും കൂടി തട്ടുമ്പോൾ ഇവിടുന്ന് വരുന്ന ഈ എയർ ഒന്നും കൂടി തണുത്തിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു സാധാരണ കൂളറിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഇരട്ടി തണുപ്പുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ഈ ഒരു കൂളറിൽ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മുടെ കൂളറിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു കാറ്റായിരിക്കില്ല, കാരണം നല്ല തണുത്ത എയർ ആയിരിക്കും പുറത്തേക്ക് വരുന്നെങ്കിൽ പോലും. അതായത് നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഓടിലും ടൈൽസിലൊക്കെ തട്ടി തന്നെ ഒരുപാട് പ്രതിരോധം ഉണ്ടാവും എയറിന്. അപ്പോൾ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള കാറ്റായിരിക്കും നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. പക്ഷേ വരുന്ന എയർ നല്ല തണുത്ത എയർ ആയിരിക്കും. എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിൽ. അപ്പോൾ മച്ചന്മാരെ, നമ്മളിത് വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞ ഡയലോഗല്ല, അതായത് വളരെ തുച്ഛമായിട്ട് വളരെ കുറഞ്ഞ കാശ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് മെനക്കണം തയ്യാറാണെങ്കിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂളറാണ്. അതായത് സാധാരണ ഒരു കൂളറിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഇരട്ടി ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന 100% ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. അതായത് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു റൂമൊക്കെ തണുപ്പിക്കാൻ ഈ ഒരു കൂളർ തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ കൂളറിൻ്റെ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീല് വെച്ചത് കാരണം നമുക്കിത് കൊണ്ടു നടക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻ നമ്മളവിടെ പ്ലഗിൽ കൊടുത്തു. അതുപോലെ നമ്മുടെ ഫാനിൻ്റെ കണക്ഷൻ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ റൂമിൽ വെച്ചിട്ട് നമ്മളിത് ഓണാക്കി നോക്കാൻ പോകണേ. അപ്പോൾ നമ്മളിത് ഓണാക്കി ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൂളർ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കൂളർ നമ്മൾ ഓണാക്കിയ ഉടനെ തന്നെ നല്ല രീതിയിലുള്ള തണുത്ത എയർ നമുക്ക് പുറത്തേക്ക് കിട്ടില്ല. അതായത് നമ്മുടെ ഉള്ളിലെ വെച്ചിരിക്കുന്ന ഓടും ടൈൽസും ഒക്കെ തണുക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും നല്ല രീതിയിൽ തണുത്ത ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ വെച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ തന്നെ തണുത്ത എയർ ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. When everybody wants to be king, yeah, they all wanna ring, yeah, we all wanna be free. So show me what you got, what you bring, how you fight in the ring, how you take a fucking swing. അപ്പോൾ എല്ലാ മച്ചവർക്കും നമ്മുടെ എയർ കൂളറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പോൾ തന്നെ മാക്സിമം മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നോളം വരെ ഗുഡ് ബൈ. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown.